الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 142 വരെയുള്ള 142ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. وواعدنا موسى അലൈഹിസ്സലാമക്ക് നാം സമയം നിശ്ചയിച്ചു നൽകി. 30 ലൈലത്തൻ 30 രാവുകൾ അഥവാ 30 ദിവസം. വഅത്മംനാഹ പിന്നെ നാം അതിനെ പൂർത്തിയാക്കി. ബി10 10 കൊണ്ട് 10 കൂടി കൂട്ടിച്ചേർത്ത് 40 ആക്കി. ഫതമ്മ അങ്ങനെ മുഴുവനായി പൂർത്തിയായി. മീഖാത്തു റബ്ബിഹി അദ്ദേഹത്തിൻ്റെ നാഥൻ്റെ നിശ്ചിത സമയം 40 ലൈല 40 രാവുകൾ. വഖാല മൂസ ലി അഖീഹി മൂസ അലൈഹിസ്സലാം തൻ്റെ സഹോദരനോട് പറഞ്ഞു, ഹാറൂന അഥവാ ഹാറൂനിനോട്, ഉഖ്ലുഫ്നി ഫി ഖൗമി എൻ്റെ ജനതയിൽ നീ എൻ്റെ പ്രതിനിധിയാകണം. ഞാൻ പോവുകയാണ് തൽക്കാലം, നീ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാകണം. വഅസ്ലിഹ് നന്മ പ്രവർത്തിക്കണം. വലാ തത്തബിഉ നീ പിൻപറ്റരുത് സബീലൽ മുഫ്സിദീൻ നാശകാരികളുടെ വഴി. അർത്ഥം ഒന്നുകൂടെ ആവർത്തിക്കാം. വവാഇദ്ന മൂസ അലൈഹിസ്സലാമക്ക് നാം നിശ്ചയിച്ചു നൽകി. 30 ലൈലത്തൻ 30 രാത്രി. വഅത്മംനാഹ ബി10 അതിനെ പിന്നെ 10 കൂടി കൂട്ടിച്ചേർത്ത് നാം മുഴുവനാക്കി. അങ്ങനെ ഫതമ്മ മീഖാത്തു റബ്ബിഹി അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിൻ്റെ നിർണിത സമയം. മീഖാത്തിന് നിശ്ചിത സമയമെന്നും നിശ്ചിത സ്ഥലം എന്നും അർത്ഥമുണ്ട്. ഫതമ്മ പൂർത്തിയായി. മീഖാത്തു റബ്ബിഹി അദ്ദേഹത്തിൻ്റെ റബ്ബിൻ്റെ മീഖാത്ത് നിശ്ചിത സമയം 40 ലൈലത്തൻ 40 രാവുകൾ. വഖാല മൂസ ലി അഖീഹി മൂസ തൻ്റെ സഹോദരനോട് പറഞ്ഞു, ഹാറൂനിനോട് അലൈഹിസ്സലാം, ഉഖ്ലുഫ്നി നീ എൻ്റെ പ്രതിനിധി ആവണം, എൻ്റെ പ്രാതിനിധ്യം നിർവഹിക്കണം. ഫി ഖൗമി എൻ്റെ ജനതയിൽ. വഅസ്ലിഹ് നീ നല്ലതു ചെയ്യണം, നന്മ പ്രവർത്തിക്കണം. വലാ തത്തബിഉ സബീലൽ മുഫ്സിദീൻ നാശകാരികളുടെ ഫസാദുണ്ടാക്കുന്നവരുടെ വഴിയിൽ പോകരുത്. മൂസാ നബി അലൈഹിസ്സലാമയും സംഘവും ഇപ്പോൾ ഉള്ളത് സീനാ മരുഭൂമിയിലാണ്. അവർക്ക് പ്രത്യേക ശരീഅത്ത് ഒന്നും നൽകിയിട്ടില്ല, നിയമവ്യവസ്ഥ കൊടുത്തിട്ടില്ല. ഏകദൈവത്വം പഠിപ്പിച്ചു. ഫിറൗനിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. സീനാ മരുഭൂമിയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രവാചകന്മാരുടെ നേതൃത്വം മൂസാ നബി അലൈഹിസ്സലാമയുടെയും ഹാറൂൻ നബി അലൈഹിസ്സലാമയുടെയും നേതൃത്വത്തിൽ അവരുണ്ട്. എന്നാൽ പ്രത്യേക നിയമവിധികൾ, പ്രത്യേക ശരീഅത്ത് കൽപ്പനകളൊന്നും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് നൽകുന്നതിന് വേണ്ടി തൗറാത്ത് നൽകപ്പെട്ടിട്ടില്ല. അത് നൽകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 30 ദിവസത്തേക്ക് തൂർ പർവ്വതത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാമയെ വിളിച്ചിരിക്കുകയാണ്. 30 ദിവസം തൂർ പർവ്വതത്തിലുള്ള ഒരു ഗുഹയിൽ ഭജനമിരിക്കണം, തപസ്സിരിക്കണം. നോമ്പും നമസ്കാരവും ദിക്റും ദുആഉമായി 30 ദിവസം തൂർ പർവ്വതത്തിലുള്ള ഒരു ഗുഹയിൽ ഭജനമിരിക്കുക, അല്ലെങ്കിൽ തപസ്സിരിക്കുക, ഒരു സന്യാസ ജീവിതം. ഇത് ശരീഅത്ത് നൽകുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തെ ഒന്നുകൂടി നമ്മൾ പറയാറില്ല, ഇൻ സർവീസ് കോഴ്സ് എന്നൊക്കെ പറയില്ലേ, അദ്ദേഹം നബിയാണ്.
അതിൻ്റെ ഇടയിൽ ഒരു പരിശീലനം കൂടി കൊടുക്കുകയാണ്. എല്ലാത്തിനും നമ്മൾ സാധാരണ ഭൗതിക ജീവിതത്തിൽ തന്നെ ഉണ്ടല്ലോ, നബിമാർക്ക് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഏർപ്പാടുകൾ നിശ്ചയിക്കും. ഒരുപാട് പരീക്ഷണം കഴിഞ്ഞ് വന്നതാണ് മൂസാ നബി അലൈഹിസ്സലാം. ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തെ നബിയായി നിയോഗിക്കുന്നത്. നബിയായി നിയോഗിച്ചതിനു ശേഷവും കടുത്ത ദൗത്യം, വലിയ ഗൗരവമുള്ള ദൗത്യം, ഉത്തരവാദിത്തമുള്ള ദൗത്യം, ലക്ഷക്കണക്കിന് വരുന്ന ബനു ഇസ്രായേല്യരെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തി അവരുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അവരെ നയിക്കണം. അതിന് അദ്ദേഹത്തെ പാകപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി 30 ദിവസത്തേക്ക് അള്ളാഹ് വിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? 30 ദിവസത്തേക്ക് വിളിച്ച മൂസാ നബി അലൈഹിസ്സലാം 10 ദിവസം നേരത്തെ ചെന്നു. മീഖാത്ത് നിശ്ചയിച്ച്. മീഖാത്ത് നമുക്കറിയാം, നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ഇഹ്റാം ചെയ്യൂലേ, മീഖാത്തിൽ എന്നല്ല പറയുക. അവിടെ മീഖാത്ത് പറഞ്ഞത് വഖത്ത് എന്ന സമയം, മീഖാത്ത് പറഞ്ഞ നിശ്ചിത സമയം അല്ലെങ്കിൽ നിശ്ചിത സ്ഥലം. അപ്പോൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ഇഹ്റാം ചെയ്യാൻ നമ്മൾ മീഖാത്ത് പോകുക പറഞ്ഞാൽ എന്താ? നിശ്ചിത സ്ഥലത്ത് പോകുക, ഹറമിൻ്റെ പുറത്തുള്ള സ്ഥലത്ത് പോകുക എന്നാണ് മീഖാത്ത്. ഇവിടെ നിശ്ചിത സമയം, വഖത്ത് എന്നുള്ള വാക്കുന്നുണ്ടായതാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന് മൂസ ഒരു മാസത്തേക്ക്, അത് ദുൽഖഅദ മാസം, അത് ദുൽഹജ്ജ് മാസമായിരുന്നു എന്ന് പറയുന്നു, അല്ല ദുൽഖഅദ ആയിരുന്നു എന്ന് പറയുന്നു, ഏതോ ആവട്ടെ, മാസം ഏതോ ആയിക്കോട്ടെ. അദ്ദേഹം 10 ദിവസം നേരത്തെ പോയി. നബിമാർ നോക്കണം, നമ്മളൊക്കെ ആണെങ്കിൽ സമയത്തിന് വിളിച്ചാൽ എങ്ങനെ ചെയ്യില്ല, എങ്ങനെയും 10 മിനിറ്റ് വൈകിട്ട് തുടങ്ങുമ്പോഴത്തേനൊക്കെ എത്താം. ഏതായാലും 3:30 പറഞ്ഞാൽ 4 മണിക്കേ തുടങ്ങുള്ളൂ. നമുക്കൊരു 4:30 ആകുമ്പോഴത്തേനൊക്കെ എത്താം. നല്ല കാര്യമായിരിക്കും, ഖുർആൻ പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ തർബിയത്ത് ക്യാമ്പായിരിക്കും. നമ്മൾ ഇതല്ല, നബിമാരങ്ങനെയല്ല. അള്ളാഹ് ഒരു കാര്യത്തിന് വിളിച്ചതിനേക്കാളും നേരത്തെ ചെല്ലുക. മൂസാ നബി അലൈഹിസ്സലാം 10 ദിവസം നേരത്തെ പോയി. അത് സൂറത്ത് ത്വാഹയിൽ 83-84 ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ 10 ദിവസം നേരത്തെ പോയി. എന്തേ മൂസ നേരത്തെ പോകുന്നു ചോദിച്ചു അള്ളാഹ്. എന്താ നേരത്തെ വന്നത്? മൂസാ നബി അലൈഹിസ്സലാം അതിന് പറഞ്ഞ മറുപടി വളരെ അജിൽതു ഇലൈക റബ്ബി ലിതർളാ. ഞാൻ നാഥ എൻ്റെ അടുത്തേക്ക് നേരത്തെ വന്നത് എനിക്കെന്നോട് ഇഷ്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എനിക്കെന്നോട് ഇഷ്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നിൻ്റെ റിള കിട്ടാൻ, നിൻ്റെ തൃപ്തി കിട്ടാൻ, നിൻ്റെ പൊരുത്തം കിട്ടാൻ. സൂറത്ത് ത്വാഹങ്ങളൊന്ന് എടുത്ത് നോക്കൊണ്ടിട്ട് 83, 84, 85 ആയത്തുകൾ അവിടെ ഒന്ന് പരിശോധിച്ച് നോക്ക്. സൂറത്ത് അൽ-ബഖറ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഓതിയില്ലേ, 51-ാമത്തെ ആയത്തിൽ ഓതിയില്ലേ, വഇദ് വഅദ്നാ മൂസ 40 ലൈലത്തൻ സുമ്മ ഇത്തഖൽതുമുൽ ഇജ്ല വഅൻതും ളാലിമൂൻ. നിങ്ങൾ മൂസാക്ക് നാം 40 ദിവസത്തെ സമയം നിശ്ചയിച്ചു. ഈ 40 ദിവസം എങ്ങനെ ഉണ്ടായത്? ഞാൻ നേരത്തെ പറഞ്ഞാൽ 10 ദിവസം നേരത്തെ അദ്ദേഹം ചെന്നപ്പോൾ അള്ളാഹ്ക്ക് തൃപ്തിയായിട്ടോ. മൂസാ നബിൻ്റെ മറുപടി അങ്ങനെ തന്നെ, നാഥാ നിനക്ക് എന്നോട് റിള ലിതർളാന്ന്, നിൻ്റെ റിള കിട്ടാൻ. അതിന് 10 ദിവസം നേരത്തെ വന്നു. അപ്പോൾ അള്ളാഹ് എന്താക്കിയ 10 ദിവസം കൂടി സ്വീകരിച്ച് 40 ദിവസമായിട്ട്. അത് അദ്ദേഹത്തിന് ഒരു ശിക്ഷയായിരുന്നു എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. 10 ദിവസം കൂടി അള്ളാഹു തആല കൂട്ടിക്കൊടുത്തൊരു പിഴയായിട്ട് അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. ഒരു പിഴ, എന്തോ ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് പിഴയായിട്ട്. അങ്ങനെയല്ല നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഉത്തമമായത് അദ്ദേഹം നേരത്തെ ചെന്നാൽ മറുപടിയെന്നും നമുക്ക് എന്തെങ്കിലും നേരത്തെ പോകുന്നു ചോദിക്കുന്നുണ്ടല്ലോ സൂറത്ത് ത്വാഹയിൽ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ വഅദ്നാ മൂസ 30 ലൈലത്തൻ. ലൈല പറഞ്ഞാൽ രാത്രി എന്നാ, പകലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, അല്ല ദിവസത്തിന് വേണ്ടി ഉപയോഗിക്കും. നഹാർ പറഞ്ഞാൽ പകൽ, ചിലപ്പോൾ ദിവസം എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ലൈലത്തൻ 30, 30, 20, 30, 40 എന്നൊക്കെ പറഞ്ഞാൽ 20, 30, 40 നമുക്ക് അറിയുന്ന അക്കങ്ങളായിരിക്കും. 30 ലൈലത്തൻ 30 രാവുകൾ. അത്തുമംനഹ തമ്മന പൂർത്തിയായെന്നും അത്തമ്മന പൂർത്തിയാക്കിയെന്നും. അത്തുമംനഹ ബി 10 10 കൊണ്ട് നാം അതിനെ മുഴുവനാക്കി, അഥവാ 40 ആക്കി. ഫത്തമ്മ അങ്ങനെ മുഴുവനായി മീഖാത്തു റബ്ബിഹി, അദ്ദേഹത്തിൻ്റെ നാഥൻ്റെ നിശ്ചിത സമയം. 40 ലൈലത്തൻ 40 രാവുകൾ, അഥവാ 40 ദിനരാത്രങ്ങൾ, 40 ദിവസം. വഖാല മൂസ ലി അഖീഹി, മൂസ അലൈഹിസ്സലാം തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമയോട് പറഞ്ഞു. അഥവാ മൂസാ നബി അലൈഹിസ്സലാം 1 മാസത്തേക്ക് തൻ്റെ ജനതയെ വിട്ടുകൊണ്ട് തൂർ പർവ്വതത്തിലേക്ക് പോവാൻ. തൂർ പർവ്വതം ഏകദേശം 2 കിലോമീറ്ററിലധികം ഉയരമുണ്ട്. അവിടേക്ക്, അതിൻ്റെ മുകളിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം തപസ്സിരിക്കുന്ന ഒരു ഗുഹയിലാണ്. ആ ഗുഹക്ക് പുറത്ത് ജൂതന്മാർ, ക്രൈസ്തവരുടെയും മുസ്ലിമീങ്ങളുടെയും ഓരോ പള്ളി ഇപ്പോഴും ഉണ്ടത്രേ, പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വഖാല മൂസ, പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ജ്യേഷ്ഠനാണ് ഹാറൂൻ അലൈഹിസ്സലാം. എന്നാൽ മുഖ്യ പ്രവാചകൻ മൂസ അലൈഹി സ്വലാമയാണ്. മുഖ്യ പ്രവാചകൻ മൂസ അലൈഹി സ്വലാം. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാമയെ അല്ലാഹു തആല വിളിപ്പിച്ചത്.
ഹാറൂനിനോട് പറഞ്ഞു അലൈഹിസ്സലാം, ഉഖ്ലിഫ്നി, ഖലീഫ, പ്രാതിനിധ്യം നിർവഹിക്കുക. അഥവാ ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ നിർവഹിച്ചിരുന്ന ദൗത്യം ഇനി നിർവഹിക്കേണ്ടത് നീയാണ്, ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ പറയല്ലോ, നമ്മൾ വീട്ടുകാർ കുടുംബനാഥൻ ഹജ്ജിന് പോകുമ്പോൾ മൂത്ത മകനെ വിളിച്ചുകൊണ്ട് പറയും, മോനെ ഈയാണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ എന്ന് പറയാറുണ്ട്. പറയണം. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത രക്തബന്ധുക്കളെ നമ്മൾ വിളിച്ച് ഏൽപ്പിക്കും, മൂത്ത ജ്യേഷ്ഠനെ അല്ലെങ്കിൽ അനിയനെ. ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവേണ്ട. ഇവിടെ ഈ വീടൊന്ന് നോക്കണം കേട്ടോ. ഇനി വീട്ടുകാരെല്ലാവരും പോവുകയാണെങ്കിലും വീടിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ഒന്ന് കൊടുക്കും, താക്കോലും ഏൽപ്പിക്കും. മൂസാ നബി അലൈഹി സ്വലാമയുടെ ദൗത്യം എന്ന് പറയുന്നത് പ്രവാചകത്വമാണ്, അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ദഅവത്താണ്, ജനങ്ങളെ അതിനനുസരിച്ച് സംസ്കരിച്ച് വളർത്തിക്കൊണ്ടുവരലാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം അദ്ദേഹം അനുജനെ ഏൽപ്പിക്കണം. അതാണ് ഉഖ്ലുഫ്നി ഫി ഖൗമി, എൻ്റെ ജനതയിൽ നീ എൻ്റെ പ്രതിനിധിയാകണം, ഖലീഫയാകണം. വഅസ്ലിഹ്, ഏറ്റവും ഉത്തമമായ വിധത്തിലുള്ള നിലപാടും പ്രവർത്തനവും സ്വീകരിക്കണം. അതാണ് ഇസ്ലാഹ് ചെയ്യണം. ആൾക്കാർ തെറ്റിപ്പോവാം, അവർ അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ട കൂട്ടരാണിത്. ഒരു പ്രതിമകളെ കണ്ടപ്പോൾ, ഷിർക്ക് കണ്ടപ്പോൾ, അപ്പോൾ അവർ ഇത്തരത്തിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത ധാരാളമുണ്ട്. അതുകൊണ്ട് വഅസ്ലിഹ്, നീ ഉത്തമമായ നിലപാടും ഉത്തമമായ പ്രവർത്തനവും നന്മ പ്രവർത്തിക്കുകയും ചെയ്യണം. തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും നന്മ ഇസ്ലാഹ് ചെയ്യണം. വലാ തത്തബിഉ, നീ പിൻപറ്റരുത് സബീലൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്നവരുടെ വഴി. ഫസാദ് ഉണ്ടാക്കുമ്പോഴേ അതിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. എല്ലാവരും മുസ്ലിമീങ്ങളായിട്ടൊന്നുമില്ല, ഒരു സമുദായമാണ്. എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ടവരൊന്നുമല്ല. അതിൽ മുനാഫിഖീങ്ങളുണ്ട്, അതിൽ ഷിർക്കിലേക്ക് അടുത്തു നിൽക്കുന്നവരുണ്ട്, ദീൻ തന്നെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ലാത്ത ധാരാളക്കണക്കിന് ആൾക്കാർ. ഒരു സമുദായം എന്ന നിലക്ക് അവരെ അല്ലാഹു തആല ഇവിടെ എത്തിച്ചിരിക്കുക. അതുകൊണ്ട് ഇവരിൽ ഫസാദ് ഉണ്ടാക്കുന്നവരുണ്ടാവാനുള്ള സാധ്യത ധാരാളമുണ്ട്. നീ അവരുടെ പിന്നാലെ പോകാൻ പാടില്ല. നീ എന്ത് ചെയ്യണം? എൻ്റെ ധർമ്മത്തിൽ, എൻ്റെ റബ്ബ് ഏൽപ്പിച്ച ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളെ അതിലേക്ക് വിളിക്കുകയും അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ ശ്രമിക്കണം എന്നാണ്. വഅസ്ലിഹ് വലാ തത്തബിഉ സബീലൽ മുഫ്സിദീൻ. ഒന്നുകൂടെ അർത്ഥം പറയാം. വഅദ്ന മൂസ 30 ലൈലത്തൻ, മൂസാക്ക് നാം 30 ദിവസം നിശ്ചയിച്ചു നൽകി. എന്തിനാ 30 ദിവസം? തപസ്സിരിക്കാനാണ്, ശരീഅത്ത് ലഭിക്കുവാനാണ്. വഅത്മംനാഹ ബിഅശ്രിൻ, അതിനെ നാം 10 കൊണ്ട് പൂർത്തീകരിച്ചു. ഫതമ്മ മീഖാത്തു റബ്ബിഹി 40 ലൈലത്തൻ, അങ്ങനെ നാഥൻ്റെ നിശ്ചിത സമയം 40 ദിവസം പൂർത്തിയായി. വഖാല മൂസ ലി അഖീഹി, പോകുമ്പോൾ മൂസ അലൈഹിസ്സലാം തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമയോട് പറഞ്ഞിട്ടുണ്ട്, ഉഖ്ലുഫ്നി, കൂട്ടി വായിക്കുമ്പോൾ ഹാറൂനഖ്ലുഫ്നി, ഒറ്റക്ക് വായിക്കുമ്പോൾ ഉഖ്ലുഫ്നി, ഖലഫ എന്നുള്ളതിൻ്റെ കൽപ്പന ഉഖ്ലുഫ്ന, കൂട്ടി ഓതുമ്പോൾ ഹാറൂനഖ്ലുഫ്നി ഫി ഖൗമി, എൻ്റെ ജനതയിൽ. എന്താ അദ്ദേഹം എൻ്റെ ജനത അറിയണത്? അദ്ദേഹമാണ് മുഖ്യ പ്രവാചകൻ എന്നുള്ളത് കൊണ്ടാണ്, അദ്ദേഹമാണ് മുഖ്യ നായകൻ. എൻ്റെ ജനതയിൽ എൻ്റെ പ്രാതിനിധ്യം നിർവഹിക്കണം നീ, അഥവാ ഞാൻ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഉത്തരവാദിത്തം നീയാണ് നീ നടത്തേണ്ടത്. വഅസ്ലിഹ്, നന്മ പ്രവർത്തിക്കണം. വലാ തത്തബിഉ സബീലൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്നവരുടെ വഴിയെ പോകരുത്, പിന്തുടരാൻ പാടില്ല. സമുദായത്തിനകത്ത് എന്നും ഉണ്ടാകാം ഇങ്ങനെ ഫസാദുകളൊക്കെ, അതിൻ്റെ പിന്നാലെ പോവുകയല്ല. അത് ഭൂരിപക്ഷം വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും ഒക്കെ കൂടെ നിൽക്കുക, അള്ളാഹുവിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. സമുദായം ഭൂരിപക്ഷം തെറ്റായ വഴിയിലാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കുകയല്ല. തെറ്റിൻ്റെ കൂടെ ഇസ്ലാമിക പ്രബോധകരോ പ്രവർത്തകരോ പോകാനും പാടില്ല. അവരെപ്പോഴും അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കൂടെ നിലനിൽക്കേണ്ടതാണ് എന്നൊരു പാഠം കൂടി വരികൾക്കിടയിൽ നിന്ന് നമുക്കിതിൽ നിന്ന് കിട്ടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെയും പൊരുത്തത്തിൻ്റെയും ഇസ്ലാഹിൻ്റെയും കൂടെ നിൽക്കുന്ന, നന്മയുടെ കൂടെ നിൽക്കുന്ന, ഈമാനിൻ്റെ കൂടെ നിൽക്കുന്ന, അമൽ സ്വാലിഹാത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ നാഥ ഞങ്ങളെല്ലാവരെയും നീ ചേർത്ത് അനുഗ്രഹിക്കുമാറാകണം. അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, ചെറുതും വലുതുമായ പലതരം രോഗങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. പൂർണ്ണമായി ശിഫ നൽകണേ രക്ഷിതാവേ. ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും പരിചയത്തിലും സൗഹൃദങ്ങളിലും ഒക്കെയുണ്ട്. അല്ലാഹ്, ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ളവരുണ്ട്, അവർക്ക് രോഗങ്ങളെ ശിഫിയാക്കുമാറാകണേ. അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ കുറ്റങ്ങളും എല്ലാ തെറ്റുകളും എല്ലാ ന്യൂനതകളും നീ പുറത്തു തരികയും ഞങ്ങളെ നീ ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഖബറിൽ നിൻ്റെ കാവലും രക്ഷയും ഉണ്ടാവുകയും വിചാരണ എളുപ്പമാക്കി തരികയും അവസാനം ഞങ്ങളെല്ലാവരെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകണേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദു